ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനിന്ന് എൻ്റെ കമ്പനിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്നത് ലിത്വാനിയയിലുള്ള കാർഗോ 24 എന്ന് പറഞ്ഞ കമ്പനിയിലാണ്. അപ്പോൾ ഈയിടെ ഞാനൊരു വീഡിയോ കാണാനിടയായി. അതിനകത്ത് നമ്മളെ കമ്പനിയെക്കുറിച്ച് വളരെ മോശമായ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞേക്കുന്ന കാര്യം, ഒന്ന്, നമ്മുടെ കമ്പനിയിലുള്ള സ്റ്റാഫിനെ കൊണ്ട് പട്ടിയെ പോലെയാണ് പണിയെടുപ്പിക്കുന്നത്. അതുപോലെ ഫുഡ് കഴിക്കാൻ സമയം കൊടുക്കാറില്ല, കറക്റ്റ് റെസ്റ്റ് കിട്ടാറില്ല, പിന്നെ ടാക്കോ വയലേഷൻ ഉണ്ട് എന്ന രീതിയിലാണ് ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മളെ കമ്പനിയുടെ ഒരു വണ്ടിയും അതുപോലെ നമ്മളെ കമ്പനിയുടെ പേരൊക്കെ കാണിച്ചിട്ടാണ് ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ കുറച്ച് വ്യക്തത തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. മെയിനായിട്ട് നമ്മളെ കമ്പനിയിൽ ഏറെക്കുറെ 70 മേലെ മലയാളികൾ പണിയെടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പാകിസ്ഥാനികളുണ്ട്, പാകിസ്ഥാനി ഒരാളുണ്ട്, പിന്നെ ഹിന്ദിക്കാരാണ് കൂടുതൽ, പിന്നെ ശ്രീലങ്കക്കാരും അതുപോലെ ബലൂറസുകാരും പണിയെടുക്കുന്നുണ്ട്. നമ്മുടെ കമ്പനി ചെയ്യുന്നത് കണ്ടെയ്നറിൻ്റെ വർക്കാണ് കൂടുതൽ. അതിനകത്ത് കർട്ടൻ കണ്ടെയ്നറും വരാറുണ്ട്, അതേപോലെ തന്നെ ഫ്രിഗോ കണ്ടെയ്നറും വരാറുണ്ട്. അത് റെയറായിട്ടേ വരാറുള്ളൂ. ഞാൻ ഓടുന്നത് CLDN ലൈനാണ്. ECSലാണ് ഫ്രിഗോയുടെ വർക്ക് വരുന്നത്, അതുപോലെ പിയോഹറിയിലാണ് കർട്ടൻ്റെ വർക്ക് വരാറ്. നമുക്ക് കണ്ടെയ്നറിൻ്റെ വർക്ക് കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് പണി ഭയങ്കര എളുപ്പമാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ലോഡ് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് റാമ്പിൽ റിവേഴ്സ് വെച്ച് കഴിഞ്ഞാൽ അത് ലോഡിങ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഡോറ് ക്ലോസ് ചെയ്ത് അങ്ങനത്തെ വർക്കേ വരുന്നുള്ളൂ. നേരെ മറിച്ച് നമ്മൾ കർട്ടൻ്റെ വർക്ക് ചെയ്യുന്ന യൂറോപ്പിൽ ഇപ്പോൾ നമുക്ക് കാണാം, കർട്ടൻ്റെ കുറേ വണ്ടികളുണ്ട്. കർട്ടൻ്റെ വർക്ക് വരുമ്പോൾ നമുക്ക് ഇതേപോലെയല്ല പണി വരുന്നത്. നമ്മൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് ലോഡിങ്ങിന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 സൈഡ് കർട്ടൻ അഴിച്ച് അതേപോലെ തന്നെ ടോപ്പ് അഴിച്ച് വെച്ച് അതിൻ്റെ ഉള്ളിലുള്ള ലോഡൊക്കെ നമ്മൾ കംപ്ലീറ്റ് ബെൽറ്റ് അടിച്ച് അങ്ങനെ ഒരുപാട് പണി വരുന്നുണ്ട്. പക്ഷേ അത് സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മളെ കമ്പനിയിൽ പണി ഇല്ലയെന്ന് തന്നെ വേണം പറയാൻ. പിന്നെ വരുന്നത് നമുക്ക് ലോഡിങ് അതുപോലെ തന്നെ പോർട്ടുകളിൽ ഡ്രോപ്പാണ് കൂടുതൽ വരുന്നത്. ചിലപ്പോൾ നമ്മൾ പോർട്ടിൽ നിന്ന് പിക്കപ്പ് ചെയ്തിട്ട് കുറച്ച് ഓരോ കമ്പനികളിൽ പോയിട്ട് അൺലോഡിങ്, അങ്ങനെയാണ് നമുക്ക് വർക്ക് വരുന്നത്. പിന്നെ യൂറോപ്പിലെ നിയമപ്രകാരം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആഴ്ചയിൽ 15 മണിക്കൂർ വെച്ച് 3 ദിവസം നമുക്ക് ഡ്യൂട്ടി എടുക്കാം. അതുപോലെ നമുക്ക് 13 മണിക്കൂർ വെച്ചിട്ട് ബാക്കി 3 ദിവസം നമുക്ക് ഡ്യൂട്ടി എടുക്കാം. ടോട്ടലി ഒരു വീക്കിൽ നമുക്ക് 56 മണിക്കൂറും സെക്കൻഡ് വീക്ക് വരുമ്പോൾ 34 മണിക്കൂറുമാണ് ഡ്രൈവ് വരുന്നത്. അങ്ങനെ 2 ആഴ്ചയിൽ നമുക്ക് 90 മണിക്കൂർ നമുക്ക് ഡ്യൂട്ടി എടുക്കാം, ഡ്രൈവിങ് കേട്ടോ. ആ ഡ്രൈവിംഗ് ടൈമിൻ്റെ ഇടയ്ക്ക് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈവ് വരുന്നില്ല. 4.5 മണിക്കൂർ നമ്മൾ വണ്ടി ഓടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നമ്മൾ വണ്ടി ഒതുക്കി പാർക്കിങ്ങിൽ ഒതുക്കി നമ്മൾ 45 മിനിറ്റ് നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് അടുത്ത ഷിഫ്റ്റായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. അതിനകത്ത് ആഴ്ചയിൽ 2 പ്രാവശ്യം നമുക്ക് 10 മണിക്കൂർ ഡ്രൈവ് ചെയ്യാം. അതുപോലെ ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്ക് 9 മണിക്കൂറാണ് ഡ്രൈവിംഗ് ടൈം വരുന്നത്. പിന്നെ വരുന്നത് ഡേ റെസ്റ്റിൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ 15 മണിക്കൂർ ഡ്യൂട്ടി എടുക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് 9 മണിക്കൂറാണ് നൈറ്റ് റെസ്റ്റ് വരുന്നത്. അപ്പോൾ പിന്നെ അതുപോലെ 13 മണിക്കൂർ നമ്മൾ ഡ്യൂട്ടി എടുക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 11 മണിക്കൂറും നമുക്ക് ഡേ റെസ്റ്റ് കിട്ടുന്നതാണ്. പിന്നെ അതുപോലെ പിന്നെ വരുന്ന എക്സ്ട്രാ വരുന്ന റെസ്റ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കമ്പനിയിൽ വന്നു, കമ്പനിയിൽ ഞാനിപ്പോൾ നിലവിൽ ഒരു കമ്പനിയിൽ റിവേഴ്സ് റാമ്പിൽ വണ്ടി വെച്ചിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഇപ്പോൾ ഞാൻ വണ്ടി വെച്ചിട്ട് ഏറെക്കുറെ അരമണിക്കൂർ കഴിഞ്ഞു. ഇനിയിപ്പോൾ ലോഡിങ് കഴിയുമ്പോഴത്തേക്ക് ഏറെക്കുറെ 1.5 മണിക്കൂർ, ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ 3 മണിക്കൂർ 4 മണിക്കൂർ, അത് ആ കമ്പനീനെ സംബന്ധിച്ചിരിക്കും. അപ്പോൾ നമുക്ക് പ്രോപ്പർ നമുക്ക് നല്ല രീതിയിൽ തന്നെ റെസ്റ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ഈ യൂറോപ്പിലുള്ള എല്ലാ കമ്പനികളും നമ്മൾ മെയിനായിട്ട് ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ട്രക്ക് ഡ്രൈവേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. ട്രക്ക് ഡ്രൈവേഴ്സിന് പ്രത്യേകിച്ചൊരു സമയം അല്ലെങ്കിൽ ഒരു ലഞ്ച് ബ്രേക്ക് എന്ന രീതിയിൽ ഉണ്ടാവില്ല. അതിപ്പോൾ നമ്മൾ ലോകത്തിൽ എവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് പ്രോപ്പറായിട്ട് എന്താ പറയുന്നത്, ഇപ്പം നമ്മളൊരു വെയർ ഹൗസിലോ അല്ലെങ്കിൽ ഒരു കമ്പനിയിലോ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് അതിന് കറക്റ്റ് ഒരു ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ലഞ്ച് ബ്രേക്ക് ഉണ്ടാവും, ടീ ബ്രേക്ക് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് ബ്രേക്ക് ഉണ്ടാവും. പക്ഷേ ഡ്രൈവേഴ്സിന് അങ്ങനെ ഒരു ബ്രേക്ക് ഇല്ല. അപ്പോൾ നമുക്ക് നിലവിൽ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ കമ്പനി ടാസ്ക് തരുവാണെങ്കിൽ നമുക്ക് ലോഡിങ് അല്ലെങ്കിൽ പോർട്ടിൽ നിന്ന് പിക്കപ്പ്, അത് അൺലോഡിങ്, ഇതാണ് നമുക്ക് ടാസ്ക്കായിട്ട് ഇടുന്നത്. അതിന് ഇത്ര സമയം, ചില സ്ഥലത്തൊക്കെ ഫിക്സഡ് ടൈം ആയിരിക്കും. അപ്പോൾ നമുക്ക് ഓടിയെത്താനുള്ള ഒരു സമയവും ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഫിക്സഡ് ടൈം ഇട്ട് തരിക. അപ്പോൾ നിലവിൽ നമുക്ക് ട്രാഫിക് ബ്ലോക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഡിലേ വരുവാണെങ്കിൽ നമ്മൾ ഇൻഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ടൈമും നമ്മുടെ ക്ലയൻറ്റുമായിട്ട് നമ്മളെ മാനേജർ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ടൈമും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ കർക്കശമായിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഈ ഗ്യാപ്പിനിടയ്ക്ക് നമ്മൾ ഈ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മുടേതായ കാര്യങ്ങൾ നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. ഒന്ന്, നമ്മൾ ഫുഡ് കഴിക്കണമെങ്കിൽ നമ്മൾ തന്നെ കുക്ക് ചെയ്യണം. പിന്നെ കറക്റ്റ് സമയത്ത് നമുക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ അതനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യണം. അപ്പോൾ ആ ഒരു സമയം നമ്മൾ പ്ലാൻ ചെയ്യാതെ നമ്മൾ കമ്പനീനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.
പിന്നെ നമ്മുടെ കമ്പനിയിൽ കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് വീക്കെൻഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു കമ്പനിയിൽ ഞാൻ കണ്ടിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോകണം, നമുക്ക് സാധനമില്ല, നമ്മൾ വണ്ടിയുടെ ഹെഡ് എടുത്തിട്ടാണ് പോവാറ്. ലേശം ദൂരെയാണെങ്കിൽ കുറച്ച് ദൂരെയൊക്കെ ആയിരിക്കും, 6-7 കിലോമീറ്ററൊക്കെ ആയിരിക്കും ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റ് കിട്ടുക. ആ സമയങ്ങളിൽ നമ്മൾ വണ്ടിയുടെ ഹെഡ് ഊരിയിട്ടാണ് പോവാറ്. മറ്റ് കമ്പനികളിലൊന്നും അത് അലൗഡല്ല. പിന്നെ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാലറി വരുന്നത് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ 1600 യൂറോ ആണ് വരുന്നത്. പിന്നെ എക്സ്പീരിയൻസ് ആവുന്നതിനനുസരിച്ച് സാലറി കൂടി വരും. ഫസ്റ്റ് ഷിഫ്റ്റ് വരുന്നത് 16 വീക്കാണ്. 16 വീക്ക് എന്ന് പറയുമ്പോൾ ഏറെക്കുറെ 4 മാസത്തിനടുത്ത്. എൻ്റെ ഇപ്പോൾ ഫസ്റ്റ് ഷിഫ്റ്റ് കഴിഞ്ഞാണ്. ഇപ്പോൾ 200 യൂറോ എക്സ്ട്രാ സാലറി കൂടിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഷിഫ്റ്റിലേക്ക് കയറുവാണെങ്കിൽ, നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2500 യൂറോ സാലറി കിട്ടും. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ അവർക്ക് അവരുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് സാലറി കൊടുക്കുന്നുണ്ട്. എനിക്കൊന്നും വലിയ എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നിരുന്നാൽ കൂടെ നമുക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ പോയി, അത് കഴിഞ്ഞ് നമ്മളെ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ ഡ്രൈവിംഗ് സ്കൂളിൽ വിട്ട് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ തന്നു. അതിനുശേഷം 2 ആഴ്ചത്തെ ട്രെയിനിങ്ങിന് നമ്മളെ ഒരു മലയാളീൻ്റെ കൂടെ നമ്മളെ വണ്ടിയിൽ വിട്ടു. 2 ആഴ്ചത്തെ ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് വണ്ടിയായി. ഇപ്പോൾ 4 മാസത്തിൻ്റെ മേലെയായി ഞാൻ ഈ വണ്ടി എടുത്ത് വർക്ക് തുടങ്ങിയിട്ട്. എനിക്കിതുവരെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ഈ കമ്പനിയിലേക്ക് വരാൻ നിൽക്കുന്നവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. കാരണം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ്. ഈ ട്രക്ക് ഫീൽഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ കമ്പനി അതിനുള്ള സപ്പോർട്ടും കാര്യങ്ങളെല്ലാം ഫ്രഷേഴ്സിന് കൊടുക്കുന്നുണ്ട്. പിന്നെ യൂറോപ്പിലെ നിയമം പ്രകാരം നമുക്ക് അതിൻ്റേതായ ഡ്രൈവിങ്ങിൻ്റെയും എല്ലാത്തിനും ഇവിടെ ഒരു കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. വയലേഷനും കാര്യങ്ങളൊന്നും പറ്റില്ല. നമുക്ക് വയലേറ്റ് ചെയ്തിട്ട് ഓടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫൈൻ കിട്ടും. അതേപോലെ നമ്മളെ കമ്പനിക്കും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പിന്നെ വരുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യൂറോപ്പിലേക്ക് വരുമ്പം പണിയെടുക്കാൻ വേണ്ടിയിട്ട് വരുന്നവർ വന്നാൽ മതി. അല്ലാതെ ഇവിടെ വന്നിട്ട് നമുക്ക് അങ്ങനെ പറ്റില്ല ഇങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നാട്ടിൽ ട്രക്കിൽ പണിക്ക് പോയിട്ടുള്ള ആളുകൾക്കൊക്കെ കറക്റ്റ് അറിയാം അവിടത്തെയും ഇവിടത്തെയും തമ്മിലുള്ള വ്യത്യാസം. അവിടെ ഇതേപോലെ ടാക്കോ മെഷീനും കാര്യങ്ങളൊന്നുമില്ല. പ്രോപ്പറായിട്ട് റെസ്റ്റ് കിട്ടാറില്ല. നല്ല പാർക്കിങ് കാര്യങ്ങൾ കിട്ടാറില്ല. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ പണിയെടുക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്ഥലത്ത് തന്നെയാണ് പണിയെടുക്കുന്നത്. അപ്പോൾ അതിനകത്തും നമ്മൾ കുറ്റങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പണിയെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ അതിൽ കാര്യമില്ല. പണിയെടുക്കാൻ പറ്റുന്നവർ ധൈര്യമായിട്ട് കയറി പോന്നോ. നല്ല രീതിയിൽ നമ്മൾ ഡ്യൂട്ടി ചെയ്യേണ്ട സമയത്ത് കറക്റ്റ് ഡ്യൂട്ടി ചെയ്യുക. നിങ്ങൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ റെസ്റ്റ് എടുത്തോ. ഇപ്പോൾ ഏറെക്കുറെ എനിക്ക് ഇപ്പം അധികം എല്ലാ വീക്കിലും 45-ൻ്റെ മേലെ എനിക്ക് റെസ്റ്റ് കിട്ടാറുണ്ട്. അപ്പോൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് റെസ്റ്റ് എടുക്കാം. നമുക്ക് ഈ പറഞ്ഞ സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കേണ്ട സമയത്ത് നമുക്ക് ഫുഡ് കഴിക്കാം. ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ അത് നമ്മുടെ മാത്രം മിസ്റ്റേക്കാണ്. അല്ലാതെ നമ്മൾ വെറുതെ കമ്പനീനെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. അപ്പോൾ അത്രയൊക്കെയാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും എന്നത്തെയും പോലെ ഇന്നത്തെ ഒരു ദിവസം അടിപൊളിയായിരിക്കട്ടെ.